ഹലോ. അങ്ങനെ ഇന്നൊരു സൺഡേ കുറച്ച് ദിവസം ഞങ്ങൾ വീഡിയോസ് ഇല്ലായിരുന്നു. അതെനിക്കൊരു പനി കേസൊക്കെ വന്നിട്ട് ട്രിപ്പൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് സീനൊക്കെ ആയി. അപ്പം അങ്ങനെ കുറച്ചിങ്ങനെ വന്നതേ ഉള്ളൂ. ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ ഇപ്പം എൻ്റെ പനി ചെറുതായിട്ട് അച്ഛയ്ക്കൊന്ന് പിടിച്ചിട്ടുണ്ട്. അതിങ്ങനെ അച്ഛ ഇങ്ങനെ റെസ്റ്റിലേക്ക് കയറിയിരിക്കുന്നു. പിന്നെ ഇന്ന് രാവിലെ ലേറ്റായിപ്പോയി, ഒത്തിരി ലേറ്റായിപ്പോയി എണീറ്റ് വരാൻ. അതുകൊണ്ട് പള്ളിയിലൊന്നും പോയിട്ടില്ല. രാവിലെ അച്ചാച്ചൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടെയാണ്, അത് നമുക്ക് അടുത്ത വ്ളോഗിൽ പറയാം. പിന്നെ ഇത് കഴിഞ്ഞപ്പം ഈ പനിയൊക്കെ കഴിയുമ്പം പിന്നെ ഒരു ക്രേവിങ്സ് വരുമല്ലോ. പിന്നെ ഭയങ്കര ഒരു ആഗ്രഹം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തു പോവാണ് ഒരു സാധനം കഴിക്കാൻ. ഇന്ന് കാര്യമായിട്ട് പോകുന്നുണ്ട്, കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇത്ര 2 ദിവസം വീട്ടിൽ കിടന്നതിന്റെ ആ ഒരു ഇത് എനിക്ക് ഇപ്പം തീർക്കാം. ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ടായിരുന്നു പോണം സ്പോട്ടിൽ പോകണം. അത് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ പറ്റിയില്ല. അതെ, ഓക്കെ ആവുന്നതുള്ളൂ. പക്ഷെ ചേട്ടായിക്ക് ഇപ്പം ചേച്ചിയുടെ പണി ചേട്ടായിക്ക് പിടിച്ചതുകൊണ്ട് ആകെ ഇപ്പം സ്ഥിരമായി. ചേട്ടായിക്ക് എന്തായാലും ഇനി വീഡിയോയിൽ കാണത്തില്ല, കാരണം ഒട്ടും വയ്യ. അപ്പം ഞങ്ങൾ ആ സ്പോട്ടിലോട്ട് പോകുവാണ്. സൺഡേ ആയതുകൊണ്ട് ഓപ്പൺ ആയിരിക്കും. നമ്മളങ്ങനെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കടയൊക്കെ ഓപ്പൺ ആണ്, പക്ഷെ തുറന്നത് എന്താ സംഭവം ഉണ്ടോന്ന് അറിയത്തില്ല. ഇതാണ് ഷോപ്പ് വന്നിട്ട് കാണിച്ചിട്ടാ. ഇതാണ് ബേക്കറി, പഴയ ബേക്കറി, കുറെ വർഷങ്ങളായിട്ടുള്ള ബേക്കറി അങ്ങനെ ഉണ്ടായത്. സാധാരണ ഇവിടെയൊക്കെ കാണും കേട്ടോ, മധുരപ്പലഹാരം. അതെ, എന്തുവാ ഹൽവ ഉണ്ട്, ജിലേബി ഉണ്ട്. വേണം എന്തായാലും ചേച്ചിക്ക് ഓൾറെഡി തൊണ്ടയ്ക്ക്. അതെ, അച്ഛൻ ഇവിടത്തെ ഞങ്ങൾ പറഞ്ഞോളൂ, കാരണം ചേച്ചിക്ക് തൊണ്ടയ്ക്ക് വയ്യാത്തോണ്ട് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഫേമസ് കസ്റ്റർഡ് ഐസ്ക്രീം. ടേസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അതിന് വേണ്ടിയില്ലെങ്കിൽ വന്ന. പക്ഷെ തൊണ്ട സാഹചര്യത്തിന്റെ സമ്മർദ്ദം പോലെ കഴിക്കാൻ പറ്റുന്നില്ല. ചേച്ചിക്ക് സെപ്പറേറ്റ് എന്തെങ്കിലും ലൈമോ അതുകൂടെ പറയാം. അങ്ങനെ നമുക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. ഇത് പണ്ടത്തെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന വീട്ടിലുണ്ടാക്കുന്നത്. അതുപോലെ ആ TV ഉണ്ടോ പഴയ വീട്ടിലല്ലേ? പക്ഷെ ഇതിപ്പോ ഭയങ്കര റെയറാ കാണാൻ വേണ്ടിയിട്ട്. ഞാനത് നോക്കുമായിരുന്നു, പണ്ടത്തെ TV. മൊത്തത്തിൽ ആ ഒരു പണ്ടത്തെ ഇന്റീരിയറും കാര്യങ്ങളും. പക്ഷെ അത് അല്ലേ, കുഞ്ഞുനാളിൽ നമ്മൾ വരുന്ന ആ ഒരു ഫീലാ, ബേക്കറിലൊക്കെ വരുന്നൊരു ഫീല്. അപ്പം നമുക്ക് സംഭവം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ സാധനം കൈ കിട്ടിയിട്ടുണ്ട്. അതെ, പക്ഷെ ഇതെനിക്ക് മൊത്തത്തോടെ കൊടുക്കണം, മനസ്സനുവദിക്കുന്നില്ല. പക്ഷെ ഞാനേ കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല കഴിക്കാനായിട്ട്, കാരണം ഞാനിപ്പോ ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സോഡ ലൈം കൂടെ പറഞ്ഞു. അതെ, വിത്തൗട്ട് ഐസ്. അതെ, ടേസ്റ്റ് ചെയ്ത് സാധനം. ഇവിടെ കയറിയിട്ടാണേലും പഴയ ഒരു ഫീലല്ലേ. നഷ്ടു അങ്ങനെയുണ്ട്. അത് തന്നെ വീട്ടില് പണ്ടുണ്ടാക്കിയ അതേ ടേസ്റ്റ്. അതല്ലേ, വാനിലയുടെ ഒക്കെ നല്ല ആണല്ലേ, സൂപ്പർ. പണ്ടത്തെ നൊസ്റ്റു ടേസ്റ്റ്. അതെ, സാധനം പഴയ അത്. നമ്മുടെ ഐസ്ക്രീമിനൊക്കെ ഭയങ്കര തിക്കായിട്ട് അങ്ങനെ ഇല്ലേ, ഇത് പെട്ടെന്ന് അലുത്തു പോകും. ഐസ്ക്രീം അലുത്തു പോകും, അത് വേറെ. കുറച്ചുകൂടെ നിക്കത്തില്ല, പെട്ടെന്ന് വെക്കാം. അതെ, ഇതിനകത്ത് കമന്റ് വരുന്നത് ഇന്നലെ പനിയും പിടിച്ച് ട്രിപ്പിട്ട് കിടന്നോളാം. അതായിരിക്കും ഇന്നത്തെ കമന്റ്. പിന്നെ ക്രേവിങ്സ് എന്ന് പറയുന്നത് ഗർഭമല്ല. അതെ, അതുകൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണം. ശരിയാ, എല്ലാരും പറഞ്ഞ് ക്രേവിങ്സ് എന്ന് പറഞ്ഞപ്പോഴേക്ക് പ്രഗ്നൻസി ആണോ അങ്ങനെയാണ് എല്ലാരും. പക്ഷെ നമുക്ക് മാത്രമല്ല, എനിക്ക് നാളെ ക്രേവിങ്സ് ഒന്നും എന്തോ പറയാൻ പറ്റത്തില്ല. ഞാൻ പറയും, എനിക്കറിയാം, ഞാൻ പറഞ്ഞല്ലേ. ഇതിപ്പം കഴിക്കുന്നില്ല എന്ന് പറയും, എന്നിട്ട് മിക്കവാറും തീർത്തു വെക്കും. അതുകൊണ്ട് ഞാൻ അടുത്ത പറയണം. അതെ, പക്ഷെ പാവത്തിന് കറക്റ്റ് ടൈമിന് ആണല്ലേ. നമുക്ക് ഇനി അസുഖമൊക്കെ മാറിയിട്ട് മാറിയിട്ട് വേറെ കൊണ്ട് പറയാം. പക്ഷെ ചേട്ടായിക്ക് ഭയങ്കര മിസ്സിങ് ആയിപ്പോയി. പണ്ട് ചേട്ടായിട്ട് വരാന്നൊക്കെ പറഞ്ഞതായിരുന്നു ഈ സ്പോട്ടിൽ. പക്ഷെ അത് തന്നെ, അതിനെങ്കിൽ ഇവര് മാറി മാറി കളിക്കുക. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. പണ്ട് അമ്മമാരൊക്കെ വീട്ടിലുണ്ടാക്കി കുപ്പി, ആ ടേസ്റ്റ്, ശരി, ആ ഒരു മണവും ആ ഒരു ഫീലും. ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനെ ഇപ്പം റയറാന്ന് തോന്നല്ലേ കിട്ടാൻ ഇങ്ങനത്തെ ഐസ്ക്രീം. കാരണം എനിക്ക് ആലപ്പുഴയിൽ ഇതും പിന്നെ പ്രീമിയർ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ആലപ്പുഴയിൽ SM ഇല്ലേ, SMന്റെ ഓപ്പോസിറ്റ് ഒരു പ്രീമിയർ എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട്. അവിടെ പണ്ട് കയറി, പക്ഷെ കുറെ നാൾക്ക് മുന്നേ കഴിച്ചതാ. പക്ഷെ ഇത് ഞാനൊരു 2 വർഷം മുന്നേ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു.
സെയിം ടേസ്റ്റ്. ടേസ്റ്റിൽ ഒരു വ്യത്യാസമില്ലല്ലോ. സൂപ്പർ. നമുക്ക് ഇനി ഇടയ്ക്ക് ഇവിടെ വന്ന് കഴിക്കാം. അടിപൊളി കിടിലൻ ഐസ്ക്രീം കേട്ടോ, ഒന്നുമില്ല പറയാം, അടിപൊളി ടേസ്റ്റ് സാധനമായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചിക്ക് അധികം കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വീണ്ടും ഒരു ദിവസം മാറി കഴിഞ്ഞ് കൊണ്ടുവന്നതായിരിക്കും ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കോള് വന്നു. ഇപ്പൊ വീട്ടിലെ പനിക്കുടിക്കേക്ക് അതെ ഭയങ്കര ഒരു ക്രേവിംഗ്. അതെ, എല്ലാവർക്കും ക്രേവിങ്സ് എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ പനി സമയത്ത്. സത്യം കേട്ടോ, ഭയങ്കര പനി പിടിച്ചിരിക്കുന്ന സമയത്ത് ബിരിയാണി കഴിക്കണം എന്തെങ്കിലും തോന്നും. ചേട്ടായി ഇപ്പൊ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞ് ബിരിയാണി വേണം. അപ്പം ഞങ്ങള് പറഞ്ഞു ഒന്നാമത്തെ പനി, പിന്നെ കഞ്ഞിയൊന്നും പിന്നെ ആള് കുടിക്കത്തേ. അതെന്തോ ഒരു പ്രത്യേകത ചെയ്യുക, പാല് കുടിക്കത്തില്ല, കഞ്ഞി കുടിക്കത്തില്ല, ഇങ്ങനത്തെ കുറെ ഇതൊക്കെ ഉണ്ട്. അപ്പം പാല് പിന്നെ ഇപ്പൊ കുടിക്കുന്നുള്ളൂ, അല്ലാതെ റോയായിട്ട് കുടിക്കത്തില്ലല്ലോ, ഡയറക്റ്റ് കുടിക്കത്തില്ല. അപ്പം ഇപ്പം ബിരിയാണി വേണോന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇവിടെയെങ്കിലും അറിയത്തില്ല. അപ്പം എന്തായാലും പിന്നെ പാവം പറഞ്ഞല്ലേ, നല്ലൊരു ബിരിയാണി കിട്ടുന്ന അടുത്ത സ്പോട്ട് ഉണ്ട്, നമ്മള് വാങ്ങിക്കുന്നേ അവിടെ നിന്ന് സക്രേ ബസാറിന്റെ അടുത്ത്. ചേച്ചി പോയിട്ടില്ലേ? അപ്പൊ അവിടെ നിന്ന് നല്ല ചൂട് പ്രേമിക്കുന്ന സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് അവിടെ. ഇപ്പൊ എത്ര മണിയായി? 12 മണി. ഇപ്പൊ എന്തായാലും ഓൾറെഡി ഞങ്ങൾക്ക് എന്തായാലും കഴിക്കാൻ പറ്റത്തില്ല. നല്ല ചൂട് ബിരിയാണി ഈ ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ ബീഫാണ് താല്പര്യം എപ്പോഴും. ചിക്കൻ മഞ്ചൂർ, ബീഫ് പറഞ്ഞാലും ചിക്കൻ മഞ്ചൂർ. ബീഫാണ് ആൾക്ക് ഇഷ്ടം. ബീഫ് ബിരിയാണി വാങ്ങിച്ചോണ്ട് വരുമോ എന്നാണ് ചോദിച്ചത്. പക്ഷെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി മേടിച്ചു കൊടുക്കത്തുള്ളൂ. ഒരെണ്ണം വാങ്ങിച്ചാൽ മതി, കാരണം ഓൾറെഡി വീട്ടിൽ ഫുഡ് വെച്ചിട്ടുണ്ട് അമ്മ. ഞങ്ങളും കൂടെ കഴിച്ചിട്ട് എന്താ മലക്കും പിടിച്ചിട്ട്, അതുകൊണ്ട് ഞങ്ങൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് അതോടെ കഴിക്കാൻ പിന്നെ ചേട്ടാ ഇത് ഫുള്ള് കഴിക്കത്തില്ല. പിന്നെ ഒരു ക്രേവിങ്സിന്റെ പുറത്ത് പറഞ്ഞതാ. അപ്പൊ പിന്നെ നമുക്ക് അതും കൂടെ വാങ്ങിച്ചു കൊടുക്കാം. സാലിക്കട ചായക്കടയിൽ വെച്ചിട്ടുണ്ട്. എന്തോ ബിരിയാണി പാഴ്സൽ വീഡിയോ എടുത്തിട്ട് ഇവിടെ ഒരു ചേട്ടൻ ചിക്കൻ സിംഗിൾ ഒരെണ്ണം. ഞങ്ങൾ ഓൾറെഡി ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ചേട്ടൻ ചോദിച്ചു എന്നാ കഴിക്കാനാണോ വായോ എന്ന് പറഞ്ഞു. സക്രേ ബസാറിലുള്ള സാലിക്കട. ഈ ചായക്കടയിൽ ഞാൻ ഒരു 4 വർഷമായിട്ട് അടുപ്പിച്ച് കൂടുതലോളം വന്നിട്ടുണ്ട്. ആരെയും വന്ന് ഞാൻ ബിരിയാണി കഴിച്ചത് ഇവിടുന്ന് തന്നെയായിരുന്നു. സൂപ്പർ ബിരിയാണിയാണ്. ക്വാണ്ടിറ്റി കൂടുതലാണ്. എനിക്ക് ആദ്യം ഹാഫ് വാങ്ങിച്ചത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം നല്ല സൂപ്പർ റൈസ്, നല്ല സൂപ്പർ തല. എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ ചെന്നിട്ട് അതിനകത്ത് കഴിട്ട് വരണം. സമ്മതിക്കോ ആവോ? അപ്പം നമ്മൾ കൊടുക്കുന്നതാണ് ഫുഡ്. അപ്പൊ കുഴപ്പമില്ല. ഓൾറെഡി ആ ചേട്ടൻ നമ്മളോട് ചോദിച്ചിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. പാക്ക് ചെയ്യാൻ തുടങ്ങി. സ്ഥിരം വരുന്ന ഒരാളാണ്, സ്ഥിരമായി. അപ്പൊ ബാക്കി എനിക്കൊന്നും ഇവിടെ കടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൂടെ നോക്കാം. കുറച്ച് കടികളുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സ്പോട്ട് വരുന്നത്. ഇതും നമ്മൾ ആ ബേക്കറിയെ കൂട്ട് ഒരു പഴയകാല ചില്ലും കൂടിലുള്ള ഉണ്ട്. കുറച്ചേ ഉള്ളു. സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നല്ലേ. പത്തിരി, പിന്നെ പത്തിരി കട്ട്ലറ്റ് ഉണ്ടോ? പ്ലേറ്റ് വാങ്ങില്ലേ. അപ്പം നമുക്ക് ബിരിയാണി വാങ്ങിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ പോകും. ഇവിടുന്ന് കഴിക്കാൻ പറ്റത്തില്ല. അല്ലേ ഒരു ഇതുണ്ട്. വരുന്ന വഴിക്കാൻ ഇത്തവണ നീല വണ്ടി ഓടിച്ചത്. ഞാനിങ്ങനെ പരിധി നോക്കുന്ന വഴിക്ക് ഞാനൊരു സാധനം കണ്ടുവച്ചിട്ടുണ്ട്. അതെ, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെയാണ് നമ്മള്. അപ്പൊ ഇനി ഇവിടുന്ന് വേറൊരു സ്പോട്ടിൽ കയറി വീട്ടിൽ പോകാന്നാ വിചാരിച്ചേ. ഇനി അത് സമ്മതിക്കത്തില്ല. ഇനി അവിടെയും കയറിയിട്ട് ഇനി പോവാ. അത് നീ അവിടെ ചെല്ലുമ്പോ നിനക്കത് മനസ്സിലാവും. കേറിയില്ലെങ്കിൽ അന്നേ നോക്കട്ടെ. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള എന്തോ കാര്യം എനിക്ക് ഇഷ്ടം അന്നെങ്കിൽ നോക്കാം. നല്ല നട്ട്സ് ഒക്കെ ഉള്ള നല്ല വേണോ? ഹലോ വേണ്ടല്ലോ. കട്ട്ലറ്റ് വാങ്ങിക്കാം. ഇവിടെ നിന്നാണ് അത് കാണിച്ചു കൊടുക്കും. ചേട്ടാ ഈ സ്പെഷ്യൽ ഒരെണ്ണം അയച്ചു തന്നിട്ടുണ്ട്. വീഡിയോയില് കണ്ടതാ. ഇതുണ്ടത് കൊറേ പരതിയെന്ന് നല്ല സ്മെല്ലാണ് പറഞ്ഞു. കിട്ടിയോ? ഇല്ല. അത് കുറച്ച് തപ്പാൻ തോന്നിട്ട് കുറച്ചായി. എനിക്കൊന്ന് ചേട്ടാ തപ്പിയെന്ന് തോന്നല്ലേ ഇത്. തപ്പി പിന്നെ സായിയോട് ഗൾഫിൽ നിന്ന് വരെ കൊണ്ടുവരാൻ പറഞ്ഞു നോക്കി വെച്ചിട്ടുണ്ട്. ഇത് അവിടുത്തെ വീഡിയോയാ. ഈ വീഡിയോ കണ്ടാണ് ആക്ച്വലി വീഡിയോ ആണ് റെഫറൻസ് വെച്ച് നമ്മൾ കഹാനി. അതിനകത്തൊരു കമന്റ് വരുന്നുണ്ട്, അമ്പത്തശ് കഹാനി എന്ന് പറയുന്ന യൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കര ഭാഗ്യം വേണമെന്ന്. അപ്പം തൊട്ട് അച്ഛക്കത് ഭാഗ്യം വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു പോകാലേ. ഇതാണ് സ്ഥിരം വരുന്നത് കൊച്ചിൻ പെർഫ്യൂംസ്.
നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ നിന്നാ, കുറെ വർഷമായിട്ട് ഇവിടെ നിന്നാ പെർഫ്യൂം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ഇവിടെ നിന്നാ വാങ്ങിക്കുന്നത്. നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. എന്നാൽ എനിക്ക് ഈയിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച അച്ഛൻ അത്ര തീർന്നു പോയി. അപ്പൊ അച്ഛൻ ഞാനൊരു അത്ര തരട്ടെ ഞാൻ കൊടുത്തു. പക്ഷെ ഇത് പഴയതല്ലേ. നിങ്ങൾ പ്രേമിച്ചോടുന്ന സമയത്ത് എനിക്ക് തന്നില്ലേ ഒരു കുപ്പി? ഞാൻ അത്ര അങ്ങനെ യൂസ് ചെയ്തില്ല. വെച്ചാണ് ഇപ്പം ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമ്മള് പലതും ട്രൈ ചെയ്യും. പക്ഷെ നമ്മള് ഇത് സ്ഥിരം വാങ്ങിക്കുന്നത്. പിന്നെ ചേട്ടായുടെ വെറൈറ്റി സാധനം ആലിയ ഭട്ടിന്റെ പെർഫ്യൂം ഇവിടെ ഉണ്ട്. ഞങ്ങളത് പക്ഷെ ആലിയ ഭട്ട് ഇപ്പം യൂസ് ചെയ്യുന്ന പെർഫ്യൂം. അതെ, പക്ഷെ ഇത് കൊള്ളാൻ കേട്ടോ. പിന്നെ വേറൊരെണ്ണം രണ്ടാമതൊരെണ്ണം തന്നില്ലായിരുന്നു. ഫസ്റ്റ് അല്ല രണ്ടാമതൊരെണ്ണം തന്നില്ലായിരുന്നു. അതും ബാക്കി ഭയങ്കര പാഷൻ ഫ്രൂട്ട്. അത് തന്നെ. പിന്നെ ചേട്ടാക്ക് ഇഷ്ടപ്പെടുമായിരിക്കും ചിലപ്പോൾ പാഷൻ ഫ്രൂട്ടിന്റെ ആളാണെന്ന്. പിന്നെ രണ്ടെണ്ണം തന്നത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് തോന്നി ആ സ്മെല്ല്. അതെനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല. പക്ഷെ ചിലർക്ക് പെർഫ്യൂം ഇത് അത്ര പ്രത്യേകത ചിലർക്ക് നല്ലതാകും, ചിലർക്ക് അത്രയും അതാ അതുമായിട്ട് കമ്പൈൻ ആകുമ്പോഴത്തേക്കും നിനക്ക് തന്നില്ലേ? അതിന് അച്ചടിച്ചപ്പോ വേറെ എന്തോ സ്മെല്ല്. പക്ഷെ ഞാൻ അടിച്ചപ്പോ വേറെ സ്മെല്ലാ. അത് പിന്നെ അയ്യാ കുളിക്കാറില്ല. അപ്പൊ നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞു. ഇന്ന് കുളിച്ച് ഗൈസ് കുളിച്ചില്ല. ഇന്നലെ കുളിച്ചു. ഇന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കുളിച്ചിട്ടില്ല. അതിന് മുന്നേ എന്നാ കുളിച്ചു? ഇന്നലെ മെനഞ്ഞാന്ന് കുളിച്ചു. പൊക്കോട് അങ്ങോട്ട് പറയുന്നില്ല. എനിക്കറിയത്തില്ലല്ലോ. ഫ്രൂട്ട്സ് വല്ലതും വേണം? അല്ല ഫ്രൂട്ട്സ് വേണ്ട. നമ്മൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. വേറെ ഒന്നും വേണ്ടല്ലോ. സിട്രസ് വേണോ? സിട്രസ് വേണ്ട. നാളെ ഇറങ്ങുന്നുണ്ടെന്നാ പറഞ്ഞ. അപ്പൊ വാങ്ങിക്കാം. അപ്പൊ നമ്മൾ ഇവിടുത്തെ സാമ്രാജ്യം വിടുകയാണ്. ടൗണിൽ നിന്ന് പോവാണ്. അതെ, നമ്മള് വീടെത്താറായി. എന്തോ പറഞ്ഞത്? എന്താടൊക്കെ പറഞ്ഞു? അതെ, റംബൂട്ടാനാണോ? അല്ല, പിന്നെ അത് പറയാതെ കുറച്ചുകൂടെ പോയിട്ട് ബിരിയാണി നമ്മള് മേടിച്ചു. ബിരിയാണി വാങ്ങിച്ചല്ലോ നമ്മള്. കുറച്ചുകൂടെ പോയിട്ട് കൊച്ചുപള്ളിയുടെ കഴിഞ്ഞ വീട്ടിൽ പോവാ. അവിടെ നിന്ന് നിർത്തിക്ക്. ഇൻഡിക്കേറ്റർ ഇട്ടില്ല, ഒന്നും ഇട്ടില്ല. പറഞ്ഞു. ഇതാണ് ഞാൻ സത്യമായിട്ട് എന്താ പറയുക, റംബൂട്ടാനായിരിക്കുന്നു. കാരണം 2 കളറിലെ റംബൂട്ടാൻ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഇഷ്ടം ഗ്ലാസ് ഒക്കെ മാറ്റിട്ട്. ഞാൻ പൊടി അടിക്കുന്നോണ്ടാകട്ടെ ഗ്ലാസ് വയ്ക്കുന്നത്. അയ്യാതെ ഇവിടെ ഭയങ്കര പൊടിയാ. കാരണം എന്തേ പണി നടക്കുന്നതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച റംബൂട്ടാനായിരിക്കുന്നു. കാരണം വീട്ടിലെല്ലാവർക്കും റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇപ്പോൾ റംബൂട്ടാൻ സീസണാണ്. മഞ്ഞയുണ്ട്, ചുവപ്പും ഉണ്ട്, രണ്ടും നിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ കുറേ ദിവസമായിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച അതാന്ന് വിചാരിച്ചു. ഞാൻ ഓർത്തില്ല കേട്ടോ. ഇവിടുത്തെ വീട്ടിലാണ് ഞാനല്ലേ അറിയത്തുള്ളൂ സാർ. അതെ ഞങ്ങൾക്കറിയുന്ന അറിയത്തില്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഓ, ഇവിടെ മുളേരിയും പാലട പാലട വെള്ളയല്ലേ? പാലട വെള്ള. അതിഷ്ടം? നമുക്ക് മുളേരി വാങ്ങിച്ചാ പോരെ ചേട്ടാ? മുളേരി പായസം ചെറുത്. അത് പാലട അല്ലേ? ഇത് അടപ്രഥമൻ വേണോ? വേറെ ഇത് മതി. ഏതാ ഇഷ്ടം പറഞ്ഞു? അല്ല മതി, ഒരെണ്ണം മതി. അല്ല, ഓൾറെഡി മധുരമൊക്കെ കഴിച്ചത് കൊണ്ടായിരുന്നു. ഇതാണോ മുളേരി? ഇതാ മുളേരി. മുളേരി അല്ലേ? കുറെ സാധനം ഉണ്ടല്ലോ. ഏതാ മുളേരി? അത് പൊടിഞ്ഞു. ഇത് ഞവരരിയല്ലേ? ഇതേ പലതുണ്ട്. ബാംബു റൈസ് ഉണ്ട്, ബ്രോക്കൺ വീറ്റ് ഉണ്ട്, ഞവര. ഇത് എനിക്കറിയാം. പോസ്റ്റ്ഗ്രാം ഉണ്ട്, ഷാമ, ഫെനുഗ്രീക്ക്, ബ്ലാക്ക് പെപ്പർ, ക്യൂമിൻ, ഗാർഡൻ ഡ്രസ്, എല്ലാം ഉണ്ട്. മിക്സ് അല്ലേ? ഗ്ലാസ്സിലും ഉണ്ട്. കുടിക്കാം. ഞങ്ങളിപ്പം ഐസ്ക്രീം ഒക്കെ ഓൾറെഡി കഴിച്ചിട്ടുള്ളത് കൊണ്ട് മധുരമായതുകൊണ്ട് വേണ്ട വീട്ടിൽ കഴിച്ച്. പിന്നെ അതെ ശരി. പിന്നെ ചേട്ടായുടെ ബിരിയാണി കൈയിട്ട് വരേണ്ടത് മൂലം ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിക്കാൻ വിചാരിച്ചു. അറിയത്തില്ല. ചേട്ടാ കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾ കഴിക്കും. കാരണം ഞങ്ങൾ അത്ര കിടന്ന് ഓടിയില്ല. നമ്മളല്ലേ കഴിക്കേണ്ടത്. പകുതി എടുത്തിട്ട് പകുതി കൊടുത്താൽ മതി. അത് ഇച്ചിരി കൊടുത്താൽ മതി. പകുതിയെ മേടിച്ചെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഓർത്തില്ല കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസമേ. എനിക്ക് പൊതുവെ ഞാൻ അങ്ങോട്ട് പോയപ്പോ കണ്ടു. അപ്പോഴും ഞാൻ കൊച്ചുവള്ളി അടയാളം ഞാൻ എന്റെ മനസ്സിൽ റംബൂട്ടാനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ റംബൂട്ടാന്റെ കാര്യം പറയുന്നതുകൊണ്ട് റംബൂട്ടാൻ ഇല്ല ഓർത്തില്ല. കുറേ നാളെ കഴിച്ചതാ കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അതാണ് ഇഷ്ടം. ഞാൻ മനസ്സിൽ കാണും. അതാണ് അവിടെ ഫ്രൂട്ട്സ് ഉണ്ട് അപ്പുറത്ത്. ഉണ്ട്. ഇനിയിപ്പോ എല്ലാം കൂടെ വാങ്ങിക്കണ്ട. ഇപ്പൊ
ഫ്രൂട്ട്സ് എല്ലാം already ഇപ്പൊ ആയിട്ടുണ്ട്. ആവശ്യത്തിനുണ്ട്. അതെ, ഇന്നലെ ഇന്നലെ വൈകിട്ട് വേറെ പരിപാടിയുണ്ട്, അതിന്റെ ബ്ലോഗ് വേറെ. അങ്ങനെ ഞങ്ങളുടെ ഉരുതിന്റെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി, ഇന്നത്തെ സൺഡേയിലെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞു. അല്ല, ഇനി കഴിഞ്ഞിട്ടില്ല, അല്ല ഇനി കുറച്ച് നേരം റെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് അടുത്ത എന്തെങ്കിലും കുറച്ച് റെസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിക്ക്. അതെ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കാണിച്ചത്. വേഗം മൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് മുളേരി പൈസ കുടിക്കാം. അതെ അതെ, എനിക്കും അതെ. അല്ല, എനിക്കും മറ്റേ ഇത് കൈട്ട് വായിട്ട് വേണം വളരെ പൈസ കുടിക്കാൻ, അങ്ങനെ പറ. അതുകൊണ്ട് അതെ, അതുകൊണ്ട് ഇനി കൊടുക്കാൻ പറയാൻ തരുവോ അതോ സ്വന്തമായിട്ട് കഴിക്കുവോ? ഇല്ല, നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ട് അതെ, പകുതി കൊടുത്താൽ പകുതി. പിന്നെ പനിയല്ലേ, ഒരുപാട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അല്ല, കഞ്ഞിയൊക്കെ കുടിക്കുന്ന സമയത്താണ് ബിരിയാണിയൊക്കെ പറഞ്ഞത്. ആർഭാടമാണ്. മറ്റുള്ളവരെയാണ് സൂക്ഷിക്കേണ്ടത്. അതെ അതെ, അങ്ങനെയാണെങ്കിൽ തന്നെ സൂക്ഷിക്കണം. എന്റെ ദൈവം പൊക്കം, എല്ലാവരും പൊക്കും, എല്ലാവരും വീട്ടിൽ നോക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.